ഹലോ ഹായ് പിള്ളേരെ, ഗുഡ് ഈവനിങ്. ഞാൻ പ്രേം കൃഷ്ണൻ, കമ്പനി സെക്രട്ടറിയാണ്. നിങ്ങളുടെ ട്രിപ്പിൾ ലോ ഫാക്കൽറ്റിയാണ്. നിങ്ങളുടെ CS എക്സിക്യൂട്ടീവിന് ഗ്രൂപ്പ് 2 പേപ്പർ നമ്പർ 5 ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലോസ് എന്ന് പറയുന്ന പേപ്പറും ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, ആ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രഡക്ഷനാണ് ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. തുടങ്ങാവോ? ഉറപ്പല്ലേ? 100% ഉറപ്പല്ലേ? തുടങ്ങിക്കോട്ടെ. ശരി, എടാ നോക്കിയേ, ഈ നമ്മുടെ CS പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ അറിയണ്ടേ? CS പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് 1 എടുക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ലോ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അതാണ് നിങ്ങളുടെ ബൈബിൾ. എന്നുവെച്ചാൽ ഈ കമ്പനി ലോ വെച്ചിട്ടാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നിങ്ങളിപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് മാറാനായാലും ശരി, കമ്പനിയിൽ വർക്ക് ചെയ്യാനായാലും ശരി, നിങ്ങൾക്ക് കമ്പനി ലോയിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പനി ലോയാണ്. ഓക്കെയാണോ? ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുമ്പോൾ അതേ കമ്പനി ലോ എന്നതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി ലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റി ലോ എന്ന് പറയുന്ന ഈ പേപ്പറും കോറായിട്ടുള്ള സബ്ജക്റ്റാണ്. വളരെ 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 എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, അല്ലാതെ തന്നെ നിങ്ങളുടെ കരിയർ പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലോസ്. ഓക്കെ 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 അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, എടാ ഈ സബ്ജക്റ്റ് 2 പാർട്സായിട്ട് തിരിച്ചിട്ടുണ്ട്. മൊത്തം 100 മാർക്കാണ്. ഈ 100 മാർക്കിൽ ആദ്യത്തെ പാർട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന പാർട്ട് 40 മാർക്കിനുണ്ട്. രണ്ടാമത്തെ പാർട്ട് സെക്യൂരിറ്റി ലോയുടെ പാർട്ട് 60 മാർക്കിന് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ടോപ്പിക്സിലേക്ക് പോവാം. ഏറ്റവും ആദ്യം ബേസിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഇല്ലേ, കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്താണല്ലോ ഫണ്ട് റേസ് ചെയ്യണേ അല്ലേ? ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചും കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നും, കമ്പനി പബ്ലിക് ഇഷ്യൂ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പബ്ലിക് ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോണത്. ഓക്കെയാണോ? രണ്ടാമത്തത് സെക്കൻഡറി മാർക്കറ്റ്. എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് വെച്ചാൽ? സെക്കൻഡറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കമ്പനി IPO FPO എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ IPO FPO ഒക്കെ ചെയ്യുന്ന സമയത്ത് കമ്പനി എന്താ ശരിക്കും ചെയ്യണേ? കമ്പനിയുടെ ഷെയർസ് കമ്പനി പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, ഇതുവഴി പബ്ലിക്കിന് കൊടുക്കും. ഓക്കെയാണോ? പബ്ലിക്ക് ആ ഷെയർസ് മേടിക്കുന്നു, കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നു. ഇതാണ് ശരിക്കും പ്രൈമറി മാർക്കറ്റ്. ഓക്കെ, അതിനുശേഷം കമ്പനി എവിടെ പോയി? കമ്പനിയുടെ ജോലി ചെയ്യാൻ പോയി. ഓക്കെയാണോ? ഈ ഷെയർ ആരുടെ കയ്യിലിരിക്കുക? പബ്ലിക്കിൻ്റെ കയ്യിലിരിക്കുമല്ലേ അല്ലേ? പബ്ലിക് എന്ത് ചെയ്യും? ഈ കയ്യിലുള്ള ഷെയർസ് അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. പബ്ലിക്ക് ഈ ഷെയർ പബ്ലിക്കിനുള്ളിൽ തന്നെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തിക്കൊണ്ടേയിരിക്കും. ഈ മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെയാണോ? ഒന്നുമില്ലടാ, ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ഹാൻഡ് വണ്ടി, ഞാനിപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു. ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഞാൻ വേറൊരാൾക്ക് വിറ്റൂടെ? അങ്ങനെ വിൽക്കുന്ന മാർക്കറ്റ്, അതായത് ഓൾറെഡി കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർ പബ്ലിക്കിൻ്റെ കയ്യിൽ ഇരിക്കുക. പബ്ലിക് ആ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈയിങ് ആൻഡ് സെല്ലിങ് ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തും. ആ മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് സെക്കൻഡറി മാർക്കറ്റിൻ്റെ ബേസിക്സും പിന്നെ അതിൽ വരുന്ന പ്ലെയേഴ്സിനെ കുറിച്ചും സെക്കൻഡറി മാർക്കറ്റിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന ഇൻസ്ട്രുമെൻസിനെ കുറിച്ചുമൊക്കെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കും. ഓക്കെ, അടുത്തത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അത് വന്നിട്ട് 1956 പഴയ ഒരു നിയമമാണ്. അത് ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾ പഠിക്കണം. ഓക്കെയാണോ? ഇതെന്തിനെ കുറിച്ചാണ്? ഇവിടെ ഈ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതെന്ത് കോൺട്രാക്റ്റിനെ കുറിച്ചാണ്? ഞാനിപ്പോൾ പറഞ്ഞില്ലേ സെക്കൻഡറി മാർക്കറ്റ്, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് സെക്കൻഡറി മാർക്കറ്റിലുള്ള ഇൻസ്ട്രുമെൻസിനെ കുറിച്ചൊക്കെയാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ നോക്കിയടാ, സെക്കൻഡറി മാർക്കറ്റിൽ പബ്ലിക്കിനുള്ളിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈയിങ് ആൻഡ് സെല്ലിങ് ഇങ്ങനെ നടത്തുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എടുക്കാം, ഒരു ബയ്യറും ഒരു സെല്ലറും. ഓക്കെയാണോ? ഒരു ബയ്യറും ഒരു സെല്ലറും ഇവർ തമ്മിൽ ഷെയറിൻ്റെ ട്രാൻസാക്ഷൻ നടത്തത്തില്ലടാ, അതൊരു കോൺട്രാക്റ്റ് അല്ലേ? സെക്കൻഡറി മാർക്കറ്റിലെ ബൈയിങ്ങും സെല്ലിങ്ങും. ആ കോൺട്രാക്റ്റിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമമാണ് സ്ക്രാ. നമ്മൾ സ്ക്രാ എന്ന് വിളിക്കും, സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട്.
ഓക്കെയാണോ? സെക്കൻഡറി മാർക്കറ്റിൽ ഷെയർ കയ്യിലുള്ള ഒരാൾ മറ്റൊരാൾക്ക് ആ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന കോൺട്രാക്ട്, ആ കോൺട്രാക്റ്റിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമം. ഓക്കെയാണോ? പഴയ നിയമമാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താണെന്ന് അറിയോ? 2024 ചിന്താഗതി വെച്ച് ഇത് വായിക്കത്തില്ല. നമ്മളിത് എങ്ങോട്ട് പോകും? നമ്മളിപ്പോൾ 1956 വിചാരിച്ച് വായിക്കും. എങ്കിലേ അതിലെ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ 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 അടുത്തത് സെബി. സെബി ആരാ സെബി? സെബി കോൻ ഹേ? സെബി എന്ന് വെച്ചാൽ നമ്മുടെ ഈ പബ്ലിക് ഇഷ്യൂ ചെയ്ത കമ്പനീസിനെയും അതേപോലെ സെക്കൻഡറി മാർക്കറ്റിലെ കുറേ ഇൻ്റർമീഡിയറീസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബ്രോക്കേഴ്സ്, ഡെപ്പോസിറ്ററി എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻ്റർമീഡിയറീസ് ഉണ്ട്. ഈ ഇൻ്റർമീഡിയറീസിനെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന, ലിസ്റ്റ് ചെയ്ത് പബ്ലിക് ഇഷ്യൂ ചെയ്ത കമ്പനീസിനെയും കൺട്രോൾ ചെയ്യുന്ന ബോഡിയാണ് സെബി. ഓക്കെയാണോ? ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, കോടതിയുടെ പവേഴ്സ് ഉള്ള ബോഡിയാണ്. ഈ സെബി ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സെബിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെയിനായിട്ട്, സെബി എന്ന് പറയുന്ന ബോഡിയിൽ ആരൊക്കെയാണ് ഉള്ളത്, ഈ സെബിയുടെ പവേഴ്സ് എന്തൊക്കെയാണ്, ഈ സെബി നമുക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ് അപ്പീൽ പോകേണ്ടത്, ഓക്കെയാണോ? പിന്നെ കസ്റ്റമേഴ്സിന് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ സെബി എങ്ങനെയാണത് പരിഹരിക്കുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം ആ ചാപ്റ്ററിനകത്ത് ഉണ്ടാവും. ഓക്കെ, അടുത്തത് ലോ ഗവേണിംഗ് ടു ഡെപ്പോസിറ്ററീസ് ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. എന്തുവാടേ? ഡെപ്പോസിറ്ററീസിനെ കുറിച്ചുള്ള നിയമം, ഡെപ്പോസിറ്ററീസിന് വേണ്ടിയിട്ടുള്ള നിയമം. ഡെപ്പോസിറ്ററി എന്ന് വെച്ചാൽ ആരാ? ഡെപ്പോസിറ്ററി എന്ന് വെച്ചാൽ ഇപ്പം നോക്കിയേ, ഇപ്പം ഞാൻ ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കുവാണെന്ന് വെച്ചോ. ഓക്കെ, ഈ ഷെയർ ഇന്നത്തെ കാലത്ത് ഞാൻ എങ്ങനെയാണ് മേടിക്കണേ? ഫിസിക്കൽ ഫോമിൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് എഴുതി എനിക്ക് തരുവാണോ ചെയ്യണേ? അല്ലല്ലോ, ഇലക്ട്രോണിക് ഫോമിലല്ലേ എനിക്കിപ്പോൾ ഷെയർസ് കിട്ടുന്നത്, അല്ലേ? ഈ ഡെപ്പോസിറ്ററി എന്ന് വെച്ചാൽ ആരാ? ഡെപ്പോസിറ്ററി എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനീസാണ്. രണ്ട് ഡെപ്പോസിറ്ററീസ് ആണ് ഇന്ത്യയിലുള്ളത്, NSDL-ഉം CDSL-ഉം. ഓക്കെയാണോ? ഈ ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്ന കമ്പനീസ് അവരെന്താ ചെയ്യണേ? ഇവരുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് ഇലക്ട്രോണിക് ഫോമിലാക്കി തരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ ഷെയർ കിട്ടുന്നതല്ലേ ഇലക്ട്രോണിക് ഫോമിലല്ലേടാ? ഈ ഇലക്ട്രോണിക് ഫോമിൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് തരുന്നത് ആരാ? ഡെപ്പോസിറ്ററീസ്. ഓക്കെയാണോ? ഈ ഡെപ്പോസിറ്ററീസിനെ കുറിച്ചുള്ള സെബിയുടെ നിയമമാണ് ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സംഭവം വേറൊന്നുമല്ല. ഇപ്പോൾ നോക്കിയടാ, ഈ കമ്പനിയുടെ ഷെയർ എനിക്ക് മേടിക്കണം, അല്ലേ? ഷെയർ മേടിക്കുന്ന എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അല്ലേ? ഈ ബാങ്ക് അക്കൗണ്ട് എന്താ സംഭവം? ഞാനൊരു അക്കൗണ്ട് തുടങ്ങുന്നു, ഏതെങ്കിലും ഒരു ബാങ്കിൽ ഞാനൊരു അക്കൗണ്ട് തുടങ്ങും. എന്നിട്ട് എൻ്റെ പൈസ, ഫിസിക്കൽ ഫോമിലുള്ള പൈസ ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലേ? എന്നിട്ട് ഈ ബാങ്കിൽ കിടക്കുന്ന കാശ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഞാൻ ഇലക്ട്രോണിക് ഫോമിലല്ലേ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? ബാങ്കിന് ഞാൻ ഓർഡർ കൊടുക്കുന്നു, ബാങ്ക് നേരെ അത് ഇലക്ട്രോണിക് ഫോമിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലേ? അതേപോലെ തന്നെയാണ് ഡെപ്പോസിറ്ററി. എന്താ സംഭവം? ഞാൻ ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, ആദ്യമായിട്ടാണ് ഞാൻ ഷെയർ മേടിക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഡെപ്പോസിറ്ററിയിൽ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഈ അക്കൗണ്ടിനെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്നാണ് പറയണത്. ഓക്കെയാണോ? അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യൂടാ? ഇപ്പം നോക്കേ, ഇത് കമ്പനി, ഈ കമ്പനിയുടെ ഷെയർ എനിക്ക് പർച്ചേസ് ചെയ്യണം. ഷെയർ പർച്ചേസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും? ഓർഡർ കൊടുക്കുമ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ആവും, പൈസ പോവും, അല്ലേ? എന്നിട്ട് ഈ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർസ് ക്രെഡിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എനിക്ക് കിട്ടാനുള്ള ഫിസിക്കൽ ഫോമിലുള്ള ഷെയർസോ അത് കമ്പനി ഡെപ്പോസിറ്ററിയുടെ കസ്റ്റഡിയിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെയാണോ? അതേ സംഭവം ഇത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ ഷെയർ മേടിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് 2 തരത്തിലുള്ള അക്കൗണ്ട്, ഒന്ന് ബാങ്ക് അക്കൗണ്ട്, പിന്നെ ഒന്ന് ഡെപ്പോസിറ്ററിയിലെ ഡിമാറ്റ് അക്കൗണ്ട്. ഓക്കെയാണോ? ഞാനൊരു ഷെയർ മേടിക്കുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് ഡെബിറ്റ് ആവുന്നു, എൻ്റെ മറ്റേ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർസ് ക്രെഡിറ്റ് ആവുന്നു. മനസ്സിലായോ? ഇനി ഞാൻ എൻ്റെ ഷെയർ വിൽക്കുവാണെങ്കിലോ, എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഷെയർസ് ഡെബിറ്റ് ആവുന്നു, ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവുന്നു. പുരിഞ്ചിതാ? ബാങ്കുകളെ പോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കമ്പനീസാണ് ഈ ഡെപ്പോസിറ്ററീസ്. ഓക്കെയാണോ? ബാങ്കിൽ പൈസ ട്രാൻസാക്ഷൻ നടക്കും, ഡെപ്പോസിറ്ററിയിൽ ഷെയർസിൻ്റെ ഇലക്ട്രോണിക് ഫോമിലുള്ള ട്രാൻസാക്ഷൻ നടക്കും. ഓക്കെയാണോ? ഫിസിക്കൽ ഫോമിലുള്ള ഷെയർസ് കമ്പനി എനിക്ക് തരുന്നതിന് പകരം ഡെപ്പോസിറ്ററിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് എന്താ പഠിക്കേണ്ടത്? ഈ ഡെപ്പോസിറ്ററീസിന് വേണ്ടിയിട്ട്, ഇവരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബിയുടെ നിയമമുണ്ട്, ആ നിയമമാണ് പഠിക്കാൻ. വരച്ച് കുളമാക്കി അല്ലടാ ഞാൻ, കുഴപ്പമില്ല. ഓക്കെ അടുത്തത് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. അതെന്താടാ സംഭവം?
നമ്മുടെ ഈ സെക്കൻഡറി മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേടാ, പബ്ലിക് ഇഷ്യൂ കഴിഞ്ഞിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന മാർക്കറ്റില്ലേ, ആ മാർക്കറ്റിൽ ഒരു ബയ്യറിനും സെല്ലറിനും നേരിട്ട് ഷെയറിൻ്റെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുമോ? പറ്റൂല, 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 പറ്റൂല. പിന്നെ ഈ ബയ്യറിനും സെല്ലറിനും ഇടയ്ക്ക് നിൽക്കുന്ന കുറേ ഇൻ്റർമീഡിയറീസ് ഉണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, പിന്നെ അതേപോലെ ഇപ്പോൾ പഠിച്ച ഡെപ്പോസിറ്ററിയുടെ ബ്രാഞ്ചസ് ഉണ്ടാവും, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഇൻ്റർമീഡിയറീസിനെ കുറിച്ചുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കേണോ? 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 പിന്നെ ഇതിലെല്ലാത്തിലും കമ്പനി സെക്രട്ടറിയുടെ റോൾ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ടാവും മിക്ക ചാപ്റ്റേഴ്സിൻ്റെയും ബാക്കിൽ. അതിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ. പിന്നെ ലാസ്റ്റ് IFSCA, ഇതെന്തുവാടേ? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻട്രൽ അതോറിറ്റി. ഏ ക്യാ ഹേ? നിങ്ങൾ ഗുജറാത്തിൽ ഗിഫ്റ്റ് സിറ്റി എന്ന് കേട്ടിട്ടുണ്ടാടാ? ഗിഫ്റ്റ് സിറ്റി. ഈ ഗിഫ്റ്റ് സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ തുടങ്ങുന്ന കമ്പനിയാണ് നമ്മൾ IFSC കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വെച്ചാൽ ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഇതെങ്ങനെ ചുരുക്കി പറയുന്ന എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് ചുരുക്കി പറയാം. അതായത് നമ്മുടെ കമ്പനിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഓക്കെ, കേട്ടിട്ടില്ലെങ്കിൽ പേടിക്കണ്ട, കുറച്ചൊക്കെ മനസ്സിലാക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഇതൊരു ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണെന്ന് വെച്ചോ. ഓക്കെ. ഇന്ത്യയിലുള്ള കമ്പനിക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സിന് ഷെയർ കൊടുക്കണം. ഫോറിൻ റെസിഡൻസ് ഒക്കെ ഇല്ലടാ, അങ്ങനെയുള്ളവർക്ക് ഷെയർ കൊടുക്കണം. ഓക്കേണോ? ഷെയർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ ഷെയർസ് ലിസ്റ്റ് ചെയ്യണം. ശരിയല്ലേ? പക്ഷേ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഷെയർസ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? റെഗുലേഷൻ പ്രോപ്പർ ആയിരിക്കത്തില്ല, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പുറത്തുള്ളവർക്ക് GDR ADR ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ADR, അല്ലെങ്കിൽ ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോൺഡ്സ്, ഇങ്ങനെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ളവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സാണ്. ഓക്കെ. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ശരിക്കും നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടി എന്ത് ചെയ്യും? നമുക്ക് പുറത്തൊരാൾക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് കൊടുത്ത് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ പുറം രാജ്യത്തുള്ള ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. ഓക്കേണോ? എന്നിട്ട് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തുള്ള ആൾക്കാർ ധൈര്യപൂർവ്വം അവിടെ വന്ന് നമ്മുടെ GDR ADR എല്ലാം വാങ്ങിക്കും. നമുക്ക് ആ പൈസ ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായി? നമ്മുടെ സെക്യൂരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റീസാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്താലേ അവിടെ ഉള്ളവരൊന്നും മേടിക്കത്തുള്ളൂ. മനസ്സിലായോ? ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേടാ. മാത്രമല്ല നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ സർവീസ് എടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഫോറിൻ കറൻസി നഷ്ടപ്പെടുക. ഈ ടേംസ് ഒക്കെ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. നിങ്ങൾക്ക് ഒരുവിധം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിലെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. അത് പേടിക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ വരുമ്പോൾ ഇതെല്ലാം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ബേസിക് തൊട്ട് ഇതെല്ലാം പറഞ്ഞു പോകുന്നതാണ്. GDR ADR FCCB എല്ലാം പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നോക്കിയടാ, അപ്പോൾ ഈ GDR ADR FCCB പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്? പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി അവിടെ ലിസ്റ്റ് ചെയ്തിട്ട് അവിടെ ഉള്ളവർക്ക് കൊടുക്കും. ഓക്കേണോ? അപ്പോൾ നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് ഫേവർ ചെയ്യണ പോലെയല്ലേ പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണ്ടേ? അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ എന്താ ചെയ്യണം? ഇന്ത്യൻ കറൻസി RBIയുടെ കയ്യിലേക്ക് പോവും. അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് ഫോറിൻ കറൻസി ആയിട്ട് അവരങ്ങോട്ട് എടുക്കും. വിച്ച് മീൻസ് RBIയുടെ കയ്യിലുള്ള ഫോറിൻ കറൻസി നമുക്ക് കുറയും, നഷ്ടപ്പെടും. ശരിയല്ലേ? അപ്പോൾ അതിന് പകരം ഗവൺമെൻറ് കൊണ്ടുവന്ന കോൺസെപ്റ്റാണ് IFSC കമ്പനി. IFSC എന്ന് വെച്ചാൽ നമ്മുടെ ഗിഫ്റ്റ് സിറ്റി, അത് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഗിഫ്റ്റ് സിറ്റി. ഈ ഗിഫ്റ്റ് സിറ്റിക്കകത്ത് ഒരു വലിയൊരു ഏരിയയാണ്, നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലെയുള്ള വലിയൊരു ഏരിയ. ഈ ഗിഫ്റ്റ് സിറ്റിക്കകത്ത് നമ്മുടേതായിട്ട് തന്നെ നമുക്ക് കുറച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. ഓക്കേണോ? ഈ ഗിഫ്റ്റ് സിറ്റി വന്നതിന് ശേഷം നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഈ GDR ADR എല്ലാം ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പുറത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഗിഫ്റ്റ് സിറ്റിക്കകത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാം. ഓക്കേണോ? ഇങ്ങനെ ലിസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ? IFSC എന്ന് പറയുന്ന സ്ഥലത്തിനുള്ളിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ലേ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മുടെ കമ്പനി ലിസ്റ്റ് ചെയ്തേക്കണേ, അല്ലേ? ഈ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രോപ്പർലി റെഗുലേറ്റഡ് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഈ IFSC എന്ന് പറയുന്ന ഈ ഏരിയയിൽ അതിനകത്ത് നടക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്? IFSCA എന്ന് പറയുന്ന അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി പറയുന്ന നിയമം അനുസരിച്ചിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി റെഗുലേറ്റഡാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്ന്
നമ്മുടെ സെക്യൂരിറ്റീസ് മേടിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഗുണം ഉണ്ടാക്കിയത് എന്താ? പുറത്ത് പോയി ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം IFSCക്ക് അകത്ത് തന്നെ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അതിനകത്ത് പോയി ലിസ്റ്റ് ചെയ്തിട്ട് പുറത്തുള്ളവർക്ക് ഇതുപോലെയുള്ള സെക്യൂരിറ്റീസ് കൊടുക്കാൻ പറ്റും. ഓക്കെയാണോ? അപ്പോൾ ഈ പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സർവീസസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫോറിൻ കറൻസി കുറച്ചുകൂടി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറച്ചുകൂടി കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെയാണോ? പലർക്കും ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവത്തില്ല, പേടിക്കേണ്ട. റെഗുലർ ക്ലാസ്സിന് വരുമ്പോൾ ഇൻ ഡീറ്റെയിൽ ഫ്രം ദ ബേസിക്സ് ഞാനിത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എന്താണെടാ? IFSC അതോറിറ്റിയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോണത്. ഓക്കെ, ഈ ഗിഫ്റ്റ് സിറ്റിക്ക് അകത്ത് ശരിക്കും പറഞ്ഞാൽ കുറേ കമ്പനീസ് ഉണ്ട്, കുറേ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, ബാങ്കിങ് കമ്പനീസ് ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. ഇതുപോലെ കുറേ കമ്പനീസ് എല്ലാം അടങ്ങുന്ന ഒരു ഏരിയയാണ് ഗിഫ്റ്റ് സിറ്റി. ഓക്കെ, ഈ സിറ്റി നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലെയാണ്. ഇവിടെ വന്നിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന് നമ്മളൊരു ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IFSC അതോറിറ്റിയുടെ കീഴിൽ വരും. അവർ പറയുന്ന റെഗുലേഷൻസ് എല്ലാം പാലിക്കേണ്ടി വരും. ഓക്കെയാണോ? പിന്നെ വേറൊരു ഗുണം കൂടെ ഉണ്ട്. എന്താ? പുറത്തുള്ള കമ്പനീസിനും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗിഫ്റ്റ് സിറ്റിക്ക് അകത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വന്ന് അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? അപ്പോൾ പണ്ട് പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്താ ചെയ്തിരുന്നത്? നമ്മൾ അവരുടെ സർവീസ് ഇങ്ങോട്ട് എടുത്തിരുന്നു അല്ലേ? പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ സർവീസ് പുറത്തുള്ള കമ്പനീസ് എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സർവീസ് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് IFSC. ഒരുവിധം ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, ഇത്രയുമാണ് പാർട്ട് 1. പാർട്ട് ബിക്കകത്ത് അല്ലെങ്കിൽ പാർട്ട് 2വിനകത്ത് സെക്യൂരിറ്റീസ് ലോ. ഓക്കെ, ഇതിനകത്ത് എന്താ പഠിക്കാനുള്ളത്? നമ്മൾ ഈ പ്രൈമറി മാർക്കറ്റ് നേരത്തെ പറഞ്ഞില്ലടാ, അതിനകത്ത് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. IPO, FPO, റൈറ്റ്സ് ഇഷ്യൂ, പ്രിഫറൻഷ്യൽ ഇഷ്യൂ, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സാണ് ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് ഇഷ്യൂ ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് നോൺ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ്. നോൺ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ എന്താടാ? എടാ, നമ്മൾ ഈ പ്രിഫറൻസ് ഷെയർസ് അതൊക്കെ കേട്ടിട്ടില്ലേ? പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇതെല്ലാം കൺവേർട്ടബിൾ ആണെന്ന് വെച്ചാൽ ഇത്ര വർഷം സമയം കഴിയുമ്പോൾ ഈ ഷെയർസ് എല്ലാം ഇക്വിറ്റി ഷെയർസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നോൺ കൺവേർട്ടബിൾ എന്ന് വെച്ചാൽ ഈ പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസ് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മെച്യൂരിറ്റി കഴിയുന്നത് വരെയും കൺവേർട്ട് ആവാതെ ആ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചറോട് കൂടി തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെയാണോ? അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആ ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറുമാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ ഓക്കെ ബോസ്. അടുത്തെന്താടോ? അടുത്തത് ലിസ്റ്റിംഗ് ഓബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. ക്യാ ഹേ? LODR. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് LODR. അതിനകത്ത് എന്തായിരിക്കും പഠിക്കാനുള്ളത്? അതായത് നമ്മുടെ കമ്പനി പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണേ. പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യണം? ഏതെങ്കിലും 1-2 റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യണം അല്ലേ? ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലേടാ? അപ്പോൾ നോക്കിയടാ, എൻ്റെ കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഈ കമ്പനി നേരെ BSEയിൽ നമ്മുടെ ഷെയർസ്, പബ്ലിക്കിന് ഇക്വിറ്റി ഷെയർസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചോ. ഈ ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോയി, എന്നിട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് വെച്ചോ. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? നമ്മളും ഈ BSEയും തമ്മിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി എന്നാണ് മീനിങ്. ഓക്കേണോ? ഈ അഗ്രിമെൻ്റ് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോണേ? പബ്ലിക്കിന് നമ്മുടെ ഷെയർസ് കൊടുക്കാൻ പോവുമല്ലേ? പബ്ലിക്ക് വന്ന് നമ്മുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുമല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് ഫണ്ട് പബ്ലിക്കിൻ്റെ നിന്ന് റേസ് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മുടെ കമ്പനി പഴയ പോലെ നടന്നാൽ മതിയാ? പോരാ, കുറച്ചുകൂടെ വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് BSE ആയാലും NSE ആയാലും ഈ അഗ്രിമെൻറ്റിനകത്ത് കുറേ കണ്ടീഷൻസ് പറയും. നിങ്ങൾ ഇനി മുതൽ പഴയതുപോലെ നടന്നാൽ പോരാ, നിങ്ങൾ ഇനി മുതൽ കമ്പനീസ് ആക്ട് മാത്രം പാലിച്ചാൽ പോരാ, ഇന്ന നിയമം പാലിക്കണം, ഇന്ന രീതിയിൽ നടക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഈ അഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കേണോ? ഈ അഗ്രിമെൻറ്റിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള റെഗുലേഷനാണ് LODR. ക്ലിയർ? ഓക്കേണോ? അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്റ്റും പാലിക്കണം, അതിന് പുറമെ LODRനകത്ത് പറയുന്ന കാര്യങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ ബോസ്? ഓക്കെ ശരി. ഇനി ഇതൊക്കെ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു പോവാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, ശരി. അടുത്തത് അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവേഴ്സ്. ടേക്ക് ഓവർ എന്ന് വെച്ചാൽ എന്താടോ?
ടേക്ക് ഓവർ എന്ന് വെച്ചാൽ എന്താ? ഇത് നമ്മുടെ കമ്പനി, ഇത് വേറൊരു കമ്പനി, ഓക്കേണോ? ഈ കമ്പനിയുടെ ഷെയർസ് ആരുടെ കയ്യിലിരിക്കുക? കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ കയ്യിലിരിക്കുമല്ലേ, അല്ലേ? നമ്മുടെ കമ്പനി എ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ബി എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഷെയർസ് മേടിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? ഇവരുടെ മെമ്പേഴ്സിൻ്റെ കയ്യിലല്ലേ ഷെയർ ഇരിക്കുന്നത്. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മേടിക്കുക. അങ്ങനെ മേടിച്ച് 100% ഷെയർസും മേടിച്ച് കഴിഞ്ഞാൽ ടേക്ക് ഓവറായി, അല്ലേ? നമ്മൾ ആ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തു എന്ന് പറയാം. കേൾക്കുന്നുണ്ടോ? ഇത് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട കുറേ കണ്ടീഷൻസ് ആണ് ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള. ചുരുക്കി പറഞ്ഞാൽ അതാണ്, ഓക്കേണോ? അതേപോലെ ഒരു വ്യക്തി, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കമ്പനിയുടെ ഷെയർ മേടിക്കുക, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക. അങ്ങനെ മേടിച്ച് ബൾക്ക് ഓഫ് ഷെയർ അല്ലെങ്കിൽ ഒരു നിശ്ചിത ലിമിറ്റിൽ കൂടുതൽ മേടിച്ച് കഴിഞ്ഞാൽ അതും ടേക്ക് ഓവറായി, ഓക്കേണോ? അങ്ങനെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. കാര്യം എന്തെന്നറിയോടാ? നമ്മളൊരു കമ്പനിയുടെ ഷെയർ കുറേ മേടിച്ച് കഴിയുമ്പോൾ ആ കമ്പനിയുടെ ഭാവിയെ അത് ചിലപ്പോൾ എഫക്റ്റ് ചെയ്തേക്കാം, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറേ പ്രൊവിഷൻസ് ഇതിനകത്തുണ്ടാവും. ഓക്കെ ബോസ്. ഓക്കെ, അടുത്തത് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പ്രൊഹിബിഷൻ. ഇതെന്തുമായിരിക്കും? പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കുംടാ? ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിയേ, ഇതൊരു കമ്പനി, ഇതുമല്ല, ഇതൊരു കമ്പനി, ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. ഓക്കെ, ഈ കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ 100 രൂപയാണെന്ന് വെച്ചോ, ഓക്കേനോ? ഈ കമ്പനി ലിസ്റ്റഡ് കമ്പനി ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പബ്ലിക്കിനുള്ളിൽ സെക്കൻഡറി മാർക്കറ്റിൽ ആളുകൾ ഈ കമ്പനിയുടെ ഷെയർസ് ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ്ങും സെല്ലിങ്ങും നടത്തിക്കൊണ്ടിരിക്കുക, അല്ലേ? ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ്ങും സെല്ലിങ്ങും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക, ശരിയല്ലേടാ? അപ്പോൾ ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഷെയറിൻ്റെ പ്രൈസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ഇപ്പം നോക്കുമ്പോൾ ചിലപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് 110 രൂപയായിരിക്കും, ഒന്നുകൂടെ നോക്കുമ്പോൾ 107 രൂപയാവും, ഒന്നുകൂടെ നോക്കുമ്പോൾ 104 രൂപയാവും, അല്ലേ? ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മാറിക്കൊണ്ടിരിക്കത്തില്ലേ? ഇതെന്തിൻ്റെ ബേസിസിലാണ് ഷെയറിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുന്നത്? കമ്പനിയെക്കുറിച്ചുള്ള ഓരോ ഇൻഫർമേഷൻസിൻ്റെയും ബേസിസിലാണ്. കേൾക്കുന്നുണ്ടോ? ഈ കമ്പനിയെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ എല്ലാവരും കൂടി ആ കമ്പനിയുടെ ഷെയർ മേടിക്കുമ്പോൾ കമ്പനിയുടെ ഷെയറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. ഈ കമ്പനിയെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാലോ എല്ലാവരും പൊട്ടന്മാരെല്ലാം കൂടെ ഷെയർ എല്ലാം കൂടെ വിറ്റ് കഴിയുമ്പോൾ ഷെയറിൻ്റെ വാല്യൂ കുറയും, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഒരു കോൺസെപ്റ്റ്. ഷെയറിൻ്റെ പ്രൈസ് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ്, ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കമ്പനി അടുത്തൊരു 6 മാസം കഴിയുമ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചോ. ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു ഇൻഫർമേഷൻ പബ്ലിക്കിൻ്റെ കയ്യിലെത്തിയാൽ എല്ലാവരും കൂടെ പോയി എന്ത് ചെയ്യും? ഷെയർ മേടിക്കുമ്പോൾ വാല്യൂ കൂടും, ഓക്കെയാണോ? ഇനി അടുത്തത്, ഈ കമ്പനി അടുത്തൊരു വർഷത്തേക്ക് ലോസിലേക്ക് പോകാൻ പോവുകയാണെന്നുള്ളൊരു ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ പബ്ലിക് അറിഞ്ഞാൽ എല്ലാവരും ഷെയർ വിറ്റ് കഴിയുമ്പോൾ ഷെയറിൻ്റെ വാല്യൂ കുറയും, ഓക്കെയാണോ? ഇൻസൈഡർ ട്രേഡിംഗ് എന്താണോ? ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ കമ്പനി ലിസ്റ്റഡ് കമ്പനിയാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, ഓക്കെ. ഈ കമ്പനിയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് മിസ്റ്റർ എ, കമ്പനി സെക്രട്ടറി ആണെന്ന് വെച്ചോ, ഓക്കെയാണോ? എടാ, ഈ കമ്പനിയെക്കുറിച്ചുള്ള ഓരോ ഇൻഫർമേഷനും പബ്ലിക് അറിയുന്നതിന് മുന്നേ കമ്പനിയുടെ സ്വന്തം ആളായ CS അറിയത്തില്ലേ? കമ്പനിയുടെ ഡയറക്ടേഴ്സിന് അറിയായിരിക്കുമല്ലോ, കമ്പനിയുടെ CFOയ്ക്ക് അറിയായിരിക്കുമല്ലോ, അല്ലേ? അപ്പോൾ പബ്ലിക് അറിയുന്നതിന് മുന്നേ ഉള്ള ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്തുകൂടെടാ? അതെങ്ങനെ മിസ്യൂസ് ചെയ്യും? എപ്പടി മിസ്യൂസ് ചെയ്യും? ഇപ്പോൾ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ ഈ കമ്പനി ഒരു 6 മാസം കഴിയുമ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു, ഓക്കേണോ? 6 മാസം കഴിയുമ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഓക്കേണോ? ഈ കാര്യം പബ്ലിക് അറിയുന്നതിന് മുന്നേ ആരറിയും? CS മിസ്റ്റർ A അറിയും, ശരിയല്ലേ? അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ ഡയറക്ടേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കാര്യം. അപ്പോൾ പബ്ലിക് ഇത് അറിയുന്നതിന് മുന്നേ തന്നെ ഇത് ഞാൻ അറിഞ്ഞു, കമ്പനിയുടെ ക്ലോസ്ഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന ആളായതുകൊണ്ട് ഞാനതറിഞ്ഞു. ഈ ഇൻഫർമേഷൻ എനിക്ക് മിസ്യൂസ് ചെയ്തുകൂടെ? ഞാനല്ല, ആര്? മിസ്റ്റർ എക്ക് അത് മിസ്യൂസ് ചെയ്തുകൂടെ? ഉറപ്പായിട്ടും മിസ്യൂസ് ചെയ്യാം. എങ്ങനെയാ? മിസ്റ്റർ എ നേരെ ഫോൺ എടുക്കുന്നു, ഫോൺ എടുത്തിട്ട് ആരെ വിളിക്കുന്നു? മിസ്റ്റർ എയുടെ ഒരു ഫ്രണ്ട്
മിസ്റ്റർ ബി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എന്ത് പറയും, അളിയാ ഈ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്, ഇവിടെ ഡയറക്ടേഴ്സ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ പബ്ലിക് അറിഞ്ഞിട്ടില്ല. പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അറിയാമല്ല, ഷെയർ മേടിച്ച് പ്രൈസ് കൂടും അല്ലേ. ഇപ്പം കമ്പനിയുടെ ഷെയറിൻ്റെ വില 300 രൂപയാണ്. ഓക്കേണോ? നീ ഒരു കാര്യം ചെയ്യ്, എവിടെ നിന്നെങ്കിലും കടം മേടിച്ചിട്ടായാലും ശരി 1 കോടി ഷെയർ നീ മേടിക്കുക എന്ന് പറയും അല്ലേ. ഞാൻ ഈ പറഞ്ഞത് കേട്ട് ഞാനല്ലടാ മിസ്റ്ററെ പറയുന്നത് കേട്ടിട്ട് ബി എന്ത് ചെയ്തു, ഒരു ബാങ്കിൽ പോയി കുറച്ച് ലോൺ എടുത്തു, 300 കോടി രൂപയുടെ ലോൺ എടുത്തു. ഓക്കേണോ? അവിടെ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്ത് ലോൺ എടുത്തിട്ട് 300 രൂപയ്ക്ക് ഷെയർ മേടിച്ചു. ഓക്കേണോ? ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കാര്യം ആരറിഞ്ഞു? പബ്ലിക് അറിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വന്ന് ഷെയർ എല്ലാം കൂടെ മേടിച്ചു. അങ്ങനെ മേടിച്ച് ഷെയറിൻ്റെ വില 300-ൽ നിന്നും 500-ലേക്ക് എത്തി, 500 രൂപയിലേക്ക് എത്തി. ആര് ലാഭിച്ചു? ആര് ലാഭിച്ചു? മിസ്റ്റർ ബി ലാഭിച്ചില്ലേ? എത്ര രൂപ ലാഭിച്ചു? ആ ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയത് കൊണ്ട് എത്ര രൂപ ലാഭിച്ചു? 200 കോടി രൂപ ലാഭിച്ചു അല്ലേ. അതിൽ നിന്ന് മിസ്റ്റർ എക്ക് ഒരു 10 കോടി രൂപ കൊടുത്താൽ മതി. മിസ്റ്റർ എക്ക് എന്താണ് ചെലവ്? ഒരു ഫോൺ കോൾ അല്ലേ. 10 കോടി രൂപ കൊടുക്കുന്നു, ബാക്കി 190 കോടി മിസ്റ്റർ ബിക്ക് കിട്ടുന്നു. ഇങ്ങനെ ചെയ്യാവോടെ? ഇങ്ങനെ ചെയ്തുകൂടാ. ഇതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഓക്കേണോ? പബ്ലിക് അറിഞ്ഞിട്ടില്ലാത്ത കമ്പനിയുടെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ആ ഇൻഫർമേഷൻസ് ചോർത്തി കൊടുത്ത് മറ്റുള്ളവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്താൽ അതിനെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയും. ഇത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഇവൻ മേടിച്ച ഈ 300 കോടിയുടെ ഷെയർ ആരുടെ നിന്ന് മേടിച്ചതാടാ? പബ്ലിക്കിൻ്റെ ഇങ്ങോട്ട് മേടിച്ചതല്ലേ. അപ്പോൾ ഇവന് ഷെയർ കൊടുത്തവനെ പറ്റിക്കുന്ന പോലെയല്ലേ ഇത്? ശരിയല്ലേ? ഇതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇത് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള സെബിയുടെ റെഗുലേഷൻ ഉണ്ട്. ആ റെഗുലേഷനാണ് പഠിക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് ചെറിയൊരു ചാപ്റ്ററാണ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ തന്നെ അൺഫെയർ പ്രാക്ടീസസ്, ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിനെതിരെയുള്ള സെബിയുടെ റെഗുലേഷനാണ് അടുത്ത ചാപ്റ്റർ. ഓക്കെ. അടുത്തത് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. ബൈബാക്ക് എന്ന് വെച്ചാൽ എന്താണോ? നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സ്. ഓക്കേണോ? ബൈബാക്ക് എന്ന് വെച്ചാൽ കമ്പനിയുടെ മെമ്പേഴ്സിന് കമ്പനി അങ്ങോട്ട് പൈസ കൊടുക്കും, എന്നിട്ട് ആ ഷെയർ കമ്പനി തിരിച്ച് മേടിച്ചിട്ട് നശിപ്പിച്ച് കളയും, എക്സ്റ്റിങ്വിഷ് ചെയ്ത് കളയും. ഇതാണ് ബൈബാക്ക്. ഓക്കേണോ? ഈ ബൈബാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കമ്പനീസ് ആക്ടിനകത്ത് നിങ്ങൾ ഗ്രൂപ്പ് 1-നകത്ത് പഠിക്കും. സെക്ഷൻ 68, 69, 70 ഈ 3 സെക്ഷൻസ് കമ്പനീസ് ആക്ടിലുള്ളത് ബൈബാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കേണോ? അത് നിങ്ങൾ ബേസിക് ആയിട്ട് തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് പഠിക്കും. ഓക്കേണോ? സെക്കൻഡ് ഗ്രൂപ്പിനകത്ത് സെക്യൂരിറ്റീസ് ലോയിൽ എന്താ ഇതിന് കാര്യം? ഈ കമ്പനി ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ സെബിയുടെ കീഴിൽ വരൂലേ അല്ലേ. ലിസ്റ്റഡ് കമ്പനി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബൈബാക്ക് ചെയ്യുമ്പോൾ ഈ 3 സെക്ഷൻസ്, കമ്പനീസ് ആക്ടിലെ ഈ 3 സെക്ഷൻസ് മാത്രം നോക്കിയാൽ പോരാ, പിന്നെ എന്തും കൂടെ നോക്കണം. സെബിയുടെ ബൈബാക്കിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്, ആ റെഗുലേഷൻസും കൂടെ നോക്കണം. പുരിഞ്ചതാ? അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോണത് എന്താ? ഒരു ലിസ്റ്റഡ് കമ്പനി മെമ്പേഴ്സിൻ്റെ നിന്ന് ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻസ് ആണ്, സെബിയുടെ കണ്ടീഷൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കേണോ? സാധാരണ കമ്പനീസ് ആക്ടിനകത്ത് ഈ 3 സെക്ഷൻസിനകത്ത് പഠിക്കും. ലിസ്റ്റഡ് കമ്പനിയുടെ സെബിയുടെ എക്സ്ട്രാ റെഗുലേഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ. കമ്പനീസ് ആക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്തുണ്ട് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ സെബിയുടെ റെഗുലേഷൻ പാലിക്കണം കേട്ടോ എന്നൊരു സെൻറ്റൻസ് അതിനകത്തുണ്ട്. മനസ്സിലായോ? ആ സെൻറ്റൻസിൻ്റെ അർത്ഥം സെക്യൂരിറ്റി ലോയിൽ പഠിക്കണം കേട്ടോ എന്നുള്ളതാണ്. ഓക്കെ ബോസ്. ഓക്കെ. അടുത്തത് മ്യൂച്വൽ ഫണ്ട്സും കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസും. ഏ ക്യാ ഹേ? മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ എന്താ? മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചോ. ഇവരെന്താ ചെയ്യണേ? ഇവർ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള സേവിങ്സ് എല്ലാം കൂടി വാങ്ങിച്ച് കളക്ട് ചെയ്ത് ഒരു ബൾക്ക് എമൗണ്ട് ആക്കും, ഒരു വലിയൊരു കോർപ്പസ് ഫണ്ട് ആക്കും അല്ലേ. എന്നിട്ട് ഈ വലിയ എമൗണ്ട് അവർ ഇന്ത്യയിലുള്ള പല കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ABC എന്ന് പറയുന്ന കുറേ കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കേണോ? എന്നിട്ട് അതിൽ നിന്ന് ഇവർ ലാഭം ഉണ്ടാക്കും. ഓക്കേണോ? ലാഭം ഉണ്ടാക്കിയ ശേഷം അതിൽ നിന്ന് ഇവർ ആവശ്യമായ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി ലാഭം ഈ ഇൻവെസ്റ്റ് ചെയ്ത പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കും. പാവപ്പെട്ടവരെന്നല്ല, ഇൻവെസ്റ്റ് ചെയ്തവർക്ക് തിരിച്ചു കൊടുക്കും. ഓക്കേണോ? ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫംഗ്ഷൻ. ഇങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കേണോ? അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് വലിയ ഫണ്ടാക്കി അവിടെ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. ഈ ഫണ്ട് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയുന്ന പ്രൊഫഷണൽസ് ഉണ്ട്. ആ പ്രൊഫഷണൽസ് വഴി പല സ്ഥലങ്ങൾ പല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു, കമ്മീഷൻ എടുത്തിട്ട് ബാക്കി എമൗണ്ട് പ്രോഫിറ്റ്
ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്തവർക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ട്. ഓക്കേനാ. ഈ മ്യൂച്വൽ ഫണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെബിയുടെ റെഗുലേഷനാണ് ആ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. ഇതിനകത്ത് മെയിൻലി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് പ്ലെയേഴ്സ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ പഠിക്കും. ഓക്കെ. അടുത്തത് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. അതെന്താണോ? ഇതെന്തായിരിക്കും കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് വെച്ചാൽ? ഇതൊരു കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. ഓക്കെ. ഇവരെന്താ ചെയ്യണേ? ഇവർ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ കളക്ട് ചെയ്യും. ഓക്കേണോ? പൈസ കളക്ട് ചെയ്തിട്ട് അതൊരു കോർപ്പസ് ഫണ്ടാക്കി മാറ്റും. ഓക്കെ. എന്നിട്ട് ഈ പൈസ പല പല ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കേണോ? എന്നിട്ട് ഈ ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കും. ആ പ്രോഫിറ്റിൽ നിന്ന് ഇവർ കമ്മീഷൻ എടുക്കും. കമ്മീഷൻ എടുത്തിട്ട് ബാക്കി എമൗണ്ട് ഇവർക്ക് പ്രോഫിറ്റ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്നായില്ലേടാ? മ്യൂച്വൽ ഫണ്ടും ഇത് ഒന്നായില്ലേടാ? അല്ലേ? എടാ, ഇത് രണ്ടിൻ്റെ ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. കേൾക്കുന്നുണ്ടാ? ഇത് രണ്ടിൻ്റെ ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താടാ വ്യത്യാസം? ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് തൊട്ടേ സെബിയുടെ റെഗുലേഷൻ്റെ ഉള്ളിൽ വരണതാണ്. നമ്മുടെ സെബിയിൽ ലിസ്റ്റ് ചെയ്തിട്ട് സെബിയുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് സെബിയുടെ രജിസ്ട്രേഷനുള്ളിൽ സെബിയുടെ മോണിറ്ററിങ്ങിനുള്ളിൽ വരുന്ന ഓർഗനൈസേഷൻസാണ്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർലി റെഗുലേറ്റഡാണ്. മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ശരി, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, ഇങ്ങനെ കുറേ ഇതേപോലത്തെ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. ഇവരൊക്കെ സെബിയുടെ റെഗുലേഷനിൽ കീഴിൽ വരുന്നവരാണ്, പ്രോപ്പർലി റെഗുലേറ്റഡാണ്. ഓക്കേണോ? അപ്പോൾ എടാ, ഇതുകൊണ്ട് നമ്മുടെ സെബി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ലോക്കലായിട്ടുള്ള ഏരിയാസിൽ ആളുകൾ ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യും എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കൊരു ലാൻഡ് ഉണ്ടെന്ന് വെച്ചോ, ഒരു 100 ഏക്കർ ലാൻഡ് ഉണ്ട്. ഓക്കെ. ഈ 100 ഏക്കർ ലാൻഡിൽ ഞാൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കേണാ? എന്ത് കൃഷി? സബർജില്ലി നട്ടോട്ടെ. സബർജില്ലി എങ്ങനെ എഴുതൂടാ മലയാളത്തിൽ? എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇരുന്നോട്ടെ. സബർജില്ലി മലയാളത്തിലൊക്കെ ഭയങ്കര വീക്കടാ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇംഗ്ലീഷിൽ സ്ട്രോങ് ആണെന്ന്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. എടാ, കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇത്രയും സ്ഥലത്ത് കൃഷി ചെയ്യാന്ന് വെച്ചാൽ അതിന് ഒരുപാട് പൈസ വേണ്ടടാ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ പറയുന്നു, എടാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഓരോരുത്തരും ഒരു 1,00,000 രൂപ വെച്ച് എനിക്ക് താ. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്തിട്ട് മുങ്ങാനല്ല, പൈസ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൃഷി ചെയ്യാം. കൃഷി ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? സബർജില്ലി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അത് വിൽക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും, അല്ലേ? ആ പൈസയിൽ നിന്ന് എൻ്റെ കമ്മീഷൻ എടുത്തിട്ട് നിങ്ങളുടെ തുക ഞാനൊരു 1,50,000 രൂപയാക്കി അങ്ങോട്ട് തിരിച്ചു തരാം. ഓക്കേണോ? ഇങ്ങനൊരു സ്കീം എനിക്ക് ചെയ്തുകൂടെടാ? ഇങ്ങനെ ലോക്കലായിട്ട് ഒരുപാട് സ്കീമുകൾ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. കേൾക്കുന്നുണ്ടോ? അതേപോലെ പല പോൺസി സ്കീംസും ഉണ്ട് നാട്ടിൽ. പോൺസി സ്കീം എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ കീഴിൽ ഞാൻ 2 പേരെ ചേർക്കുന്നു, അവരുടെ കീഴിൽ അവർ വേറെ 2 പേരെ ചേർക്കുന്നു, അവരുടെ കീഴിൽ വേറെ 4 പേരെ ചേർക്കുന്നു. ഇങ്ങനെയുള്ള കുറേ സ്കീംസ് ഒക്കെ ഇല്ലേ? ഇതെല്ലാം ആളുകളുടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്ന പരിപാടിയല്ലേടാ, അല്ലേ? അപ്പോൾ ഈ പറയുന്ന ലോക്കലായിട്ടുള്ള റീജിയണലായിട്ടുള്ള കുറേ സ്കീംസ് ആളുകൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, അല്ലേ? ഇതൊന്നും പ്രോപ്പർലി റെഗുലേറ്റഡ് അല്ലായിരുന്നടാ. സെബിയുടെ കീഴിൽ പ്രോപ്പർലി റെഗുലേറ്റഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഫ്രോഡ്. പൈസ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് മുങ്ങും. ഓക്കേണോ? അപ്പോൾ അത് ഒഴിവാക്കണ്ടേ? അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കീംസിനെ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് എന്ന് പറഞ്ഞ് സെബി ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് സെബി സെപ്പറേറ്റ് ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു. ആ റെഗുലേഷൻ ഇവർ പാലിക്കണം. ഓക്കേണോ? ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാരുടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടില്ലേ, കോർപ്പസ്, അത് 100 കോടി രൂപയിൽ കൂടുതലാണെങ്കിൽ സെബിയുടെ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് അവർ പിന്നീട് പാലിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കേണോ? ആ CIS അല്ലെങ്കിൽ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷനാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കേണോ? അപ്പം ഇത്രയുമാണ് ചാപ്റ്റേഴ്സ്. സെക്യൂരിറ്റി ലോയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ബേസിക്സ് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളോ ചിലപ്പോൾ ഒന്നും പിടികിട്ടിയിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ബേസിക്സ് അറിയാവുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് കം ടു ദ ക്ലാസ്. ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങും. നമുക്ക് കമ്പനീസ് ആക്റ്റൊക്കെ എടുത്തിട്ട് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ പൊളിക്കും. നല്ല ടോപ്പിക്കാണ്. സെക്യൂരിറ്റി ലോ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ടോപ്പിക് എന്ന് ഞാൻ പറയണത് ശരിയല്ലല്ലേ, എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഒരുപാട് നോളജ് കിട്ടും.
ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡെപ്പോസിറ്ററി, അങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ നോളജ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വലിയ ആളായതായിട്ടൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ നല്ല ടോപ്പിക്കാണ്. നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചാൽ അടിപൊളിയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എഫേർട്ട് ഇടുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കേണോ? ഒരു കാരണവശാലും എളുപ്പമുള്ള കോഴ്സ് എന്നല്ല ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ മെനക്കെടാമെന്ന് റെഡിയാണെങ്കിൽ CS എനിക്ക് കിട്ടുമെങ്കിൽ, എല്ലാ വീഡിയോയിലും ഞാൻ പറയണതാ, എനിക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്കും കിട്ടും. സത്യസന്ധമായിട്ട് പറയുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടോളൂ, നല്ല രീതിയിൽ പഠിക്കൂ. ഉടനെ തന്നെ നിങ്ങളെല്ലാവരും CS ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ശരി, ബൈ, ടേക്ക് കെയർ.